കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം നിരവധി വൈവിധ്യങ്ങളാൽ സമ്പന്നമാണല്ലോ. ശ്രീ ശബരീശന്റെ തിരുസന്നിധാനത്തിൽ സംക്രമ പുലരി വന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദാഹമകറ്റുവാൻ വേണ്ടി പ്രകൃതി ജലസൗഭാഗ്യമരുളുമ്പോൾ ഈ ദേശത്തിന്റെ ധർമ്മനാഥനായി ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ധർമ്മശാസ്താവാണ്. അതിപുരാതനമായ ശാസ്താംകോട്ട ക്ഷേത്രം അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണ്. ഒരിക്കൽ നിബിഡമായ വനപ്രദേശമായിരുന്നു ഇവിടം. ധാരാളം സന്യാസിമാർ തപസ്സനുഷ്ഠിക്കുവാനും യാഗകർമ്മങ്ങൾ ചെയ്യുവാനും ഈ വനം ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ത്രേതായുഗ കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാനും ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും കൈലാസത്തിലെ മാനസ സരസ് പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് രാജഭരണ കാലഘട്ടത്തിൽ പന്തള രാജാക്കന്മാരുടെയും കായംകുളം രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും മാറി മാറിയുള്ള ഭരണപ്രദേശം കൂടിയായിരുന്നു ശാസ്താംകോട്ട. അങ്ങനെ ചരിത്ര കഥകളും വിശ്വാസ കഥകളും കൂടിച്ചേർന്ന ശാസ്താംകോട്ട നിത്യവും ശുദ്ധവുമായ ശാസ്താവിനാൽ നിറഞ്ഞു നിൽക്കുന്നു. ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, പുരാതന കാലം മുതലേ ഇവിടുത്തെ അന്തേവാസികളെ തുടരുന്നത് വാനരന്മാരാണ്. ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് വാനരന്മാരുടെ ഇവിടുത്തെ ആധിപത്യവും കുസൃതികളുമൊക്കെ കൗതുകം നിറഞ്ഞതാണെങ്കിലും ഇതിനു പിന്നിൽ നിലനിൽക്കുന്ന ഒരു കഥയുണ്ട്. ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമദേവൻ അദ്ദേഹത്തിന്റെ വാനരസേനയുമായി ഇവിടം സന്ദർശിച്ചു. തിരികെ പോകവേ ഇവിടെ കുടികൊള്ളുന്ന ധർമ്മശാസ്താവിന് ഒരു കൂട്ടം വാനരസേനയെ സമർപ്പിക്കുകയും ചെയ്തുവെന്നതാണ് കഥ. ഈ ക്ഷേത്രവും ചുറ്റുപാടുകളും വിട്ട് ഈ വാനരന്മാർ മറ്റെങ്ങും പോകാറില്ല എന്നതാണ് സത്യം. നിത്യവും വാനരന്മാർക്ക് ഭക്ഷണം നൽകുവാനായി ഒരു വാനര ഭോജനശാല തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും ഭക്തജനങ്ങൾ വാനരന്മാർക്ക് ഭക്ഷണം നേർച്ചയായി സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും മറ്റു വിശേഷ ദിവസങ്ങളിലും വാനരന്മാർക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി കൊടുക്കാറുണ്ട്. മികച്ച കൂട്ടായ്മയിൽ നേതൃത്വ നിരയിൽ മുതിർന്ന വാനര നേതാവിന്റെ നിയന്ത്രണത്തിലാണ് വാനരന്മാർ അവരുടെ തലമുറയെ കാലാകാലങ്ങളായി മുന്നോട്ട് നയിക്കുന്നത്. ശാസ്താംകോട്ട ശാസ്താവ് പ്രഭാസത്യക സമേതനായിട്ടാണ് അവതീർണപ്പെട്ടിട്ടുള്ളത്. ശ്രീ ശബരീശ്വര പാഹി പരാത്പര, ശ്രീ ശബരീശ്വര പാഹി പരാത്പര, ശ്രീ ശബരീശ്വര പാഹി പരാത്പര. ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് കായംകുളം രാജാവാണെന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് പന്തളത്ത് രാജാക്കന്മാർ ശബരിമല ദർശനം മുടക്കിയിരുന്നില്ല. ഒരിക്കൽ കായംകുളം രാജാവിന് അയ്യപ്പ ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി. കായംകുളം രാജാവ് നടത്തിവരുന്ന ആയുധാഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ ഭഗവാൻ എത്തുമെന്നുള്ളതായിരുന്നു ഭഗവാന്റെ അറിയിപ്പ്.
കരുണാസാഗര കഥന വിരാമത കരുണാസാഗര കഥന വിരാമത കമനീയ രൂപയുത കലിയുഗ വരദ. ഒരു ദിവസം ദിവ്യ തേജസ്സുള്ള ഒരു യുവാവ് അവിടെ എത്തുകയും ആകാശത്തേക്ക് ഒരു ശരം തൊടുത്തുവിടുകയും ചെയ്തു. ആ അമ്പിന്റെ ലക്ഷ്യസ്ഥാനം അന്വേഷിച്ചു പോകുന്ന കായംകുളം രാജാവ് ശാസ്താംകോട്ടയിലെത്തുകയും ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹം കാണുകയും അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ കായംകുളം രാജാവ് അയ്യപ്പന്റെ പാദസ്പർശമേറ്റ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഈ സ്ഥലം ഇപ്പോഴും ഭഗവാന്റെ തൃപ്പാദമായി പൂജിച്ചു പോരുന്നു. വരഗിരിമണ്ഡന നദഹരി ചന്ദന വാസവനുത ദേവ ഹരിണലോ. ധ്യായേദാനന്ദകന്ദം പരമഗുരുവരം. ഭഗവാൻ ധർമ്മശാസ്താവ് സ്വയംഭൂവാണ്. ശ്രീകോവിലിനു ചുറ്റുമായി കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളുണ്ട്. മണ്ഡപത്തിൽ രാമായണ കഥയുടെ ചിത്രീകരണം കാണാം. സുകൃതി ജനമനോമന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവധംസം ശബരിഗിരിവരോത്തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുതപദാംഭോരുഹം. ഉപദേവന്മാർ ഗണപതി, ശിവൻ, നാഗയക്ഷി, നാഗരാജാവ്, യക്ഷി, യോഗീശ്വരൻ, രക്ഷസ്, മാടൻ എന്നിവരാണ്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. അടയാണ് ഇവിടുത്തെ വിശിഷ്ട വഴിപാട്. ശനിദോഷമകറ്റാൻ നീരാഞ്ജനം വഴിപാടുമുണ്ട്. കായലിലെ മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തിയാൽ ഗ്രഹങ്ങളിൽ ഉറുമ്പ്, ചിതൽ, പഴുതാര തുടങ്ങിയ ജീവികളുടെ ശല്യമുണ്ടാകില്ലെന്നും ചില അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു. പ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനേ. യുഗങ്ങൾക്ക് മുമ്പ് മുനിമാർ തപസ്സിരുന്ന ഇടം കൂടിയാണ് ഈ വനപ്രദേശം എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ ശ്രീരാമന്റെ പരമ്പരയായ സൂര്യവംശത്തിലെ ഒരു മുനി തപസ് ചെയ്ത സ്ഥലവും നിത്യവും വിളക്ക് വച്ച് പൂജിക്കുന്നു. ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായി പള്ളിവേട്ട ആൽത്തറ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയും നിത്യവും വിളക്ക് കൊളുത്തി പൂജ നടത്തുന്നു. ഇവിടെ എല്ലാ വർഷവും പള്ളിവേട്ട സമയത്ത് സാംഭവ സമുദായത്തിലെ ജനങ്ങൾ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിവരുന്നു. ശാസ്താംകോട്ട ശാസ്താവ് സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. സാള ഗ്രാമത്തിലുള്ള ഈ പ്രതിഷ്ഠയെ സാംഭവ സമുദായത്തിലുള്ള ജനങ്ങളാണ് ആദ്യം കണ്ടെത്തുന്നതും. അതുകൊണ്ട് തന്നെ ക്ഷേത്രോത്സവങ്ങളിൽ ഈ ജനതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മാനസ സരസ് പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിന്റെ ആകാശം ചുമന്നു തുടങ്ങി.
ധർമ്മശാസ്താവിന് മുന്നിൽ സന്ധ്യാവിളക്കുകൾ തെളിയുകയായി. വീണു പൊട്ടിപ്പൊന്നുമലയേറുമെന്നിൽ കനിവില്ലയോ നാഥ, അതിരറ്റ സംസാരത്തിൽ ദുരിതത്തിൽ മുങ്ങി നീന്തും എന്നിൽ നീ കനിയണമേ അയ്യനേ, എന്നിൽ നീ കനിയണമേ. ഒരു മുടിക്കെട്ടിലോ നോവുമെൻ ജീവിതം, മറുകെട്ടിൽ നെയ്മുദ്രയും നിന്മണി ദീപം ഈ സ്നേഹബിന്ദുവാ. പമ്പ വിളക്ക് പോലെ പുണ്യശോഭയാർന്ന ക്ഷേത്രവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. പ്രേമാർദ്ര സിന്ധു കല്ലിടം കുന്നു കേറി കല്ലുതൊക്കിൽ വീണു പൊട്ടിപ്പൊന്നുമലയേറുമെന്നിൽ കനിവില്ലയോ നാഥ, കനിവില്ലയോ നാഥ. ഈ മണ്ഡലക്കാലം കോടാനുകോടി ഭക്തജനങ്ങൾ പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ ഭഗവാനെ കണ്ട് പുണ്യം നേടുമ്പോൾ, ഇവിടെ ശാസ്താംകോട്ട ക്ഷേത്രവും അന്തിമയങ്ങുമ്പോൾ പമ്പാ തീരത്തെ പൊന്നമ്പലമേടാകുന്നു. മുടന്തനെ മലയേറ്റും മൂകന് മൊഴി നൽകും മണികണ്ഠസ്വാമിയല്ലോ. ഇനി ഭക്തമാനസങ്ങളിൽ ഹരിവരാസനം നിറയുകയായി.